ക്യാപ്റ്റൻ മില്ലർ സിനിമ ഇന്നലെയാണ് റിലീസായത്. ഞാൻ ഇന്നാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിവ്യൂസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. പൊതുവെ പോസിറ്റീവ് ട്രെൻഡായിരുന്നു. അതിൽ തന്നെ കേരളത്തിൽ നിന്നാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അഭിപ്രായം വന്നത്. അതുകൊണ്ട് തന്നെ ഒരു അമിത പ്രതീക്ഷ എന്ന് തന്നെ ലിറ്ററലി പറയാം. ആ ഒരു ഫീലാണ് ഞാൻ പോയത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചുരുക്കി പറയാനാണെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള ഒരു ഇതായിട്ടൂടെ നിങ്ങൾ കരുതിക്കോ, അമിത പ്രതീക്ഷ ആപത്ത്. അത് കൺഫേം ആണ്. ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുമ്പം നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ റിവ്യൂ അല്ലെ പൊതുവെയുള്ള റിവ്യൂ ഒന്നും നോക്കാതെ നമ്മളൊരു ബ്ലാങ്കായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ധനുഷിൻ്റെ തന്നെ കർണൻ അസുരൻ, പുള്ളിയുടെ രണ്ട് മികവുറ്റ സിനിമകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ് രണ്ടും. ആ ഒരു പേസിങ് ആണ് ഈ സിനിമയ്ക്ക് ഉള്ളത് കംപ്ലീറ്റ്ലി. അതായത് ഫൈറ്റ് വേണ്ടിടത്ത് ഫൈറ്റ്, അല്ലാതൊരു 80% ആ സ്ലോ പേസിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സംഭവം. ആ രണ്ട് പടങ്ങൾ ഒരു ക്വാളിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ട് മേക്കിങ്ങിലും ഒക്കെ. കാരണം നല്ല ബഡ്ജറ്റ് ഉള്ളതാണ്, ടെക്നിക്കലിയും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ ഒരു കഥ അതായതുകൊണ്ട് തന്നെ റെലവൻറ്റ് കഥയാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു പോസിറ്റീവാണ്. പക്ഷേ അതിൻ്റെ തന്നെ മറ്റൊരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടവർക്ക് റെപ്പറ്റീഷൻ പോലെ തോന്നും. എനിക്ക് തോന്നി. എനിക്ക് മെയിനായിട്ട് ഈ സിനിമ ഒരു മടുപ്പ് തോന്നുന്നത് കാരണം അതാണ്. ഒരു പുതുമയില്ലായ്മ മൊത്തത്തിൽ തോന്നി. ഇപ്പം മേക്കിംഗ് സ്റ്റൈലായാലും ഒക്കെ നമുക്ക് അത്ര ഒരു സംഭവമായിട്ട് എല്ലാം കൊണ്ടും മികവുറ്റത് അങ്ങനെയൊന്നും തോന്നിയില്ല. പെർഫോമൻസ് ആസ് യൂഷ്വൽ ധനുഷ് കൊള്ളാം. ബാക്കി എല്ലാവരെ പറ്റി ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ. പിന്നെ നല്ല സ്ലോ പേസ് ആണ് ഈ സിനിമ. പക്ഷേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. കാരണം ഇതിൽ തന്നെ 2-3 സീൻസ് ഉണ്ട്. ഒരു 80% ഈ സിനിമ ഭയങ്കര സ്ലോ പേസ് ആണ്. ഒരു ഡെഡ് സ്ലോ പേസ് എന്നൊക്കെ വേണം പറയാം. പക്ഷേ ബാക്കി ഒരു 20% അതിൽ വരുന്ന ഒരു 3-4 സീൻസ് ഉണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ധനുഷ് ആർമിയിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ വരുന്നൊരു 10-20 മിനിറ്റ് വൻ പൊളിയാണ്. അത് തീരുന്നിടം വരെ, ആ ഒരു എപ്പിസോഡ് തീരുന്നിടം വരെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ കില്ലർ ക്യാപ്റ്റൻ മില്ലർ ആ സോങ്ങിൻ്റെ ഒരു സാധനം, പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സ് ഫൈറ്റ്, ഇത് മൂന്നും അടിപൊളിയാണ്. ഈ കില്ലർ ക്യാപ്റ്റൻ മില്ലർ ഒഴിച്ച് ബാക്കി ഈ സിനിമയിൽ വരുന്ന ഹൈ മൂമെൻറ്റ്സിൽ ഒന്നും തന്നെ ഇതിൻ്റെ BGM വർക്കായിട്ടില്ല. നല്ല ബോർ BGM വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയുടേത്. അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വൺ ടൈം വാച്ചബിൾ, അതും തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്, അത് എടുത്തു പറയണം. ഒരു വൺ ടൈം തിയേറ്റർ വാച്ചബിൾ ഫ്ലിക്കായിട്ടാണ് ക്യാപ്റ്റൻ മില്ലർ അനുഭവപ്പെട്ടത്. എല്ലാവരും തള്ളി മറിയുന്ന അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്. പിന്നെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം, നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള റിവ്യൂവേഴ്സിൻ്റെ ഒക്കെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിലൊക്കെ അവർ സ്പോയിലേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ അശ്വന്ത് കോക്ക് ആയാലും ഉണ്ണി വ്ളോഗ്സ് ആയാലും ഒക്കെ അവർ ഈ സിനിമയിൽ മെയിനായിട്ട് നമുക്കൊരു സർപ്രൈസ് വരേണ്ട കാര്യങ്ങളൊക്കെ അവർ എടുത്ത് തുറന്നു പറയുന്നുണ്ട്. ഞാനത് കണ്ടതുകൊണ്ട് തന്നെ എനിക്കത് പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതില്ലെങ്കിൽ നമുക്ക് ഒരു ഹൈ മൂമെൻറ്റ് കിട്ടും. തിയേറ്ററിലെ ഒരു കയ്യടിയിൽ നിന്ന് അത് വ്യക്തമായിരുന്നു ക്ലൈമാക്സിലെ കുറച്ച് പരിപാടികൾ. അപ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തി പോലെ തോന്നി അതൊക്കെ റിവീൽ ചെയ്യുന്നത്.